ബി ജെ പി എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ ബി ജെ പിയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABC അറിഞ്ഞുകൂടാ. ബി ജെ പി എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? നമ്മളെ പ്രവൃത്തിയാണ് എന്ത് തന്നെ വെച്ചു നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാ റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. പ്രശ്നം ഗുരുതരമാണ്. ഇത് അവിടെ ഇവിടെയും കൊണ്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ. ഉച്ചയ്ക്കൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും നമ്മുടെ വേദലക്ഷ്മി സീസൺ 7 ആണ്, സീസൺ 6 എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, സീസൺ 7 വേദലക്ഷ്മി തമ്മിലൊരു ഇഷ്യൂ, അതായത് അത് ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ തൊട്ട് മുമ്പുള്ള ആ ഒരു വീഡിയോ കണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. വേദലക്ഷ്മിയുടെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് പറ്റിച്ചു, തിരിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇഷ്യൂ ആണ്. റോബിൻ എന്ത് ചെയ്യുന്നു, കേസ് കൊടുക്കുന്നു. വേദലക്ഷ്മിക്കും അനന്തു സുജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും എതിരായിട്ട് കേസ് കൊടുക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് എന്തോ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയല്ല ഇത് തീർക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം. വേദലക്ഷ്മി അതിന് മറുപടിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ സ്ക്രീൻഷോട്ടുകൾ, അത് റോബിനുമായി ചാറ്റ് ചെയ്ത കുറെ സ്ക്രീൻഷോട്ടുകൾ പിന്നീട് എന്ത് ചെയ്യുന്നു, പിന്നീട് അത് സ്റ്റോറി ആയിട്ട് ഇടുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് റോബിൻ പറയുന്നുണ്ട്, എന്താണ് ഈ പറഞ്ഞതുപോലെ ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം, എനിക്ക് 1 മാസത്തെ അവധി വേണമെന്നൊക്കെ തന്നെ. കമന്റ് ബോക്സ് ഞാൻ ഒരുപാട് കണ്ടു. കടം വാങ്ങുന്നതൊന്നും ഒരു തെറ്റാണോ, അത് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ എന്നുള്ളത് സത്യമാണ്. കടം വാങ്ങുന്നത് ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്കും അങ്ങനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്, വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ആ ഒരു മോശമായ സ്ഥിതി. അത് ഒരു തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ നമുക്ക് വേദലക്ഷ്മി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ പൈസയാണ്, അവർക്ക് ചിലപ്പോൾ നിരന്തരം ചോദിച്ചുകൊണ്ട് തരാത്തതുകൊണ്ട് അവർ ഈ രീതിയിലേക്ക് ഇങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയതായിരിക്കാം. ഇവിടുത്തെ ഒരു കേസ് വേദലക്ഷ്മി മാത്രമാണോ എന്നുള്ളതാണ്. മനസ്സിലായോ? വേദലക്ഷ്മിക്ക് മാത്രമാണോ കൊടുക്കുക, ഇനി മറ്റു പലരും ഇനി വരാനുണ്ടോ എന്നുള്ളതാണ്. മറ്റു പലർക്കും ഇതുപോലെ പലരെയും കടം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അതൊരു സാമ്പത്തിക തട്ടിപ്പായിട്ട് മാറുമെന്നുള്ളതാണ്. മനസ്സിലായോ? അവിടെ ഒരു സാമ്പത്തിക തട്ടിപ്പായിട്ട് മാറും. ഒരാളെ നിന്നൊക്കെ ആണെങ്കിൽ ശരി, ഓക്കെ, നമുക്കത് പ്രശ്നമില്ല എന്ന് പറയാം. മറ്റതല്ലാന്നുണ്ടെങ്കിൽ അതൊരു സാമ്പത്തിക തട്ടിപ്പായിട്ട് മാറുമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ വിഷയം അതല്ല. കടം വാങ്ങിച്ചത് അവിടെ നിൽക്കട്ടെ, പിന്നീട് മനുഷ്യരായ കടം വാങ്ങും, ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ, അതൊക്കെ നാച്ചുറലാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന റോബിൻ എന്ന് പറയുന്നത് BJPയുടെ വലിയ സ്ഥാനാർത്ഥിയാണ്. BJPക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട്. ഈ പറയുന്ന ജലബീരങ്കിയുടെ മുന്നിലൊക്കെ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന റോബിൻ രാധാകൃഷ്ണൻ നമുക്ക് 2 ദിവസം കൊണ്ട് കാണാൻ സാധിക്കും. പക്ഷേ ഈ അനന്തു സുജിത്ത് അവൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ 4 പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിൽ BJPക്ക് കുറിച്ച് തന്നെ റോബിൻ്റെ ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഇത്തിരി കടുക്കുമെന്നുള്ളതാണ്. റോബിൻ്റെ സൗണ്ട് നമുക്ക് എന്തായാലും നമുക്ക് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന റോബിൻ്റെ സൗണ്ട് തന്നെയാണ്. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് വേദലക്ഷ്മി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചും പറയാം. ആദ്യം ആ ഒരു വീഡിയോ. BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്. മീറ്റ് റോബിൻ രാധാകൃഷ്ണൻ. റോബിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാം റീൽ തീരത്തില്ല. പക്ഷെ ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. റോബിൻ കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് വല്ല സമരത്തിന് വേണ്ടിയിട്ട് BJPയുടെ മുൻധാരയിൽ നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. നമുക്ക് റോബിൻ എന്താണ് BJPയെ കുറിച്ച് യഥാർത്ഥത്തിൽ പറയാനുള്ളത് എന്നുള്ളത് റോബിന്റെ വായിന്ന് തന്നെ കേൾക്കാം. വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABC അറിഞ്ഞുകൂടാ. BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? നമ്മളെ പ്രവൃത്തിയാണ് എന്ത്. ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. 4 പാർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും റോബിന് വേണ്ടിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലജ് യൂട്യൂബ് വീഡിയോ. അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അനന്തു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിയായിട്ടിരിക്കുന്നത്. അതിനകത്ത് വളരെ ഞെട്ടിക്കുന്ന ആ കടം അവിടെ നിൽക്കട്ടെ, നമ്മുടെ കടം വാങ്ങിച്ച നാളെ പൈസ കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. BJP എന്ന് പറയുന്നത് ഒരു വർഗീയവാദിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഞാനൊരു ബിസിനസ്മാനാണ്, കുറച്ച് ഒരു 200% ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും, 200% എനിക്ക് വേണ്ടി ചെയ്യും, ഞാനൊരു ബിസിനസ്മാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു ചെറിയ മാറ്റർ അല്ല. ഇത് BJPയുടെ അവരൊക്കെ കേൾക്കുമ്പോൾ ഇതിപ്പോൾ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് തുടക്കമാണെന്ന് ഈ പുള്ളി പറയുന്നത്. ഇതിൻ്റെ 4 പാർട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. 4 പാർട്ട്. ഇത് ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇത് പുറത്തു വിട്ടിട്ടുള്ളൂ. ആ വോയിസിൽ പറയുന്നുണ്ട്, ഞാനൊരു ബിസിനസ്മാനാണ്, BJP എന്ന് പറയുന്നത്
പക്ക വർഗീയവാദിയാണ് എന്ന് പറഞ്ഞിട്ട് BJP തന്നെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിത് എങ്ങനെ ഇതിനെ ന്യായീകരിക്കുമെന്ന് അറിയാം. ഇപ്പം BJP-ക്കാർ കേട്ട അവർക്ക് സഹിക്കും. കാരണം ഒരാൾ മനസ്സിന്റെ ഉള്ളിൽ BJP എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് വിശ്വസിച്ച് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ വന്നത് എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഇനി അടുത്ത് വേദലക്ഷ്മിയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടി കേൾക്കാം. ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ തുടങ്ങിയത് ഈ ഒരു സ്റ്റോറിയും അതിന്റെ പേരിലുള്ള എനിക്ക് വന്ന DMും മെസ്സേജസും വെച്ചാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ചോറ മെസ്സേജസ്. ഇതെന്താണ്, നാളെ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും പാലാരിവട്ടം സ്റ്റേഷനിലെത്തണം. പരാതി കൊടുത്തിരിക്കുന്നത് റോബിൻ. എനിക്ക് റോബിനോട് പറയാനുള്ളത്, റോബിൻ, എനിക്ക് നാളെ ജോലിയുണ്ട്. നിന്നെ പോലെ ഞാൻ വെറുതെ ഇരിക്കുമല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലോട്ട് വരാൻ. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അവരുടെ അടുത്ത് ധരിപ്പിക്കാനുള്ളവരോട് ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൗകര്യമുള്ള സമയത്ത് ഞാൻ അവിടെ വന്ന് എൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഓക്കെ, ഇതാണ്, അതായത് ഇവർക്കെതിരെ റോബിൻ്റെ ഒന്ന് രണ്ട് പിന്നീട് സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയല്ല പറഞ്ഞു തീർക്കാനുള്ളത്, ഇത് ലീഗലായിട്ട് പോകണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകണം. അതുകൊണ്ട് പാലാരിവട്ടത്തിൽ നിങ്ങൾ നാളെ എന്തുവാണ് 10 മണിക്ക് എത്തണം എന്നുള്ള ഒരു സംഭവമായിരുന്നു. അതിനുള്ള മറുപടിയാണ് സേതുലക്ഷ്മി പറയുന്നത്. എനിക്ക് വിലയും കൂലിയൊക്കെ ഉണ്ട്, എനിക്കങ്ങനെ നിങ്ങൾ പറയുന്ന ഇവിടുത്തെ സൗകര്യത്തിന് വരാൻ പറ്റത്തില്ല, എൻ്റെ സൗകര്യത്തിന് ഞാൻ വന്ന് അത് ബോധിപ്പിച്ചോളാം എന്നാണ് പറയുന്നത്. ബാക്കി പറയുന്നതാണ് കുറച്ച് സീരിയസ്. ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കുമാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിന്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചോ, നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, കുറേ നാൾ വെയിറ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും. പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷൻ ഒക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങിത്തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പൊ വിനയായി വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് പറയട്ടെ. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026. മുട്ടനാടുകളെ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് കണ്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്നത് നിനക്കാ. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിനി ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിൻ്റെ ഒരു ശരി. ഓക്കെ, അപ്പോൾ സ്നേഹം പരക്കട്ടെ, സ്നേഹം നന്നായിട്ട് അങ്ങോട്ട് പറക്കട്ടെ. ബൈ. അപ്പോൾ സേതുലക്ഷ്മി രണ്ടും കൽപ്പിച്ചിട്ടാണ് എന്നുള്ളതാണ്. സേതുലക്ഷ്മി അറിയാമല്ലോ, അവരുടെ ക്യാരക്ടർ അനുസരിച്ച് അവരങ്ങനെ ബാക്കിലോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല. അവർക്ക് മേ ബി ശരിയായിരിക്കും, അവർക്ക് കടം വാങ്ങിച്ചത് അവരും അധ്വാനിച്ച പൈസയിൽ കിട്ടാത്തതുകൊണ്ട് വിഷമമായിരിക്കും. എനിക്കിവിടെ എൻ്റെ ഒരു കൺസേൺ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പൈസ വാങ്ങിച്ചതല്ല എന്നുള്ളത്. പൈസ ഇവരുടെ നിന്ന് വെച്ചപ്പോൾ നമുക്ക് ഈ പറയുന്ന ആ ഒരു ആപത്ഘട്ടങ്ങൾ നമ്മൾ പലരിൽ നിന്ന് പൈസ വാങ്ങും. ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് കൊടുക്കാൻ പറ്റാതെയൊക്കെ വരാറുണ്ട്. പക്ഷെ ഈ സേതുലക്ഷ്മി മാത്രമാണോ ഇവിടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി. കാരണം റോബിൻ്റെ ആ ഒരു സംഭവത്തിൽ പറഞ്ഞിട്ട് ഇതല്ല, കുറേ പേർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്ഥിരമാണോ എന്നുള്ളത് അറിയേണ്ടതായിട്ട് ഇരിക്കുന്നു. അതുപോലെ സേതുലക്ഷ്മി ഇവിടെ പറയുന്നത്, നീ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഞാൻ തുടങ്ങും. അതൊരു വെല്ലുവിളി പോലെയാണ് അല്ലേ. നീ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ഞാൻ തുടങ്ങും എന്ന് പറയുമ്പോൾ ഇവരേൽ കുറേ എവിഡൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തരത്തിലുള്ള വോയിസ് റെക്കോർഡോ കാര്യങ്ങളൊക്കെ കാണുമെന്നുള്ളതാണ്. റോബിനോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്ത് തീർക്കാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാതിരിക്കാനുള്ളതായിരുന്നു എന്നുള്ളത്. കാരണം മേ ബി ഇത് ഒരുപാട് ഡീൽ ചെയ്തിട്ടുണ്ടാവാം കയ്യിൽ. അപ്പം നമ്മൾ ഒരുപാട് തരാം സോഷ്യൽ മീഡിയ പറയില്ലെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ പറയുന്ന അവധികൾ മാറി പോകും. പിന്നെ ഗത്യന്തമില്ലാതെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു റോബിനാണ് ആദ്യം കേസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം ഇടുന്നത്. അതിന് ശേഷമാണ് ഇവർ വന്നിട്ട് ഓരോന്നോരോന്നായിട്ട് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഈ പറയുന്ന അനന്തു ശ്രീജിത്ത് എന്ന് പറയുന്ന പുള്ളി പുറത്തു വിട്ടത് അത് കുറച്ച് കടന്നൊരു കൈയാണ്. കാരണം താങ്കൾ ഇപ്പോൾ ഏത് പാർട്ടിയുടെ പേര് പറഞ്ഞാണോ നിൽക്കുന്നത് ആ പാർട്ടിയെ തന്നെ കുറ്റം പറയുന്ന വോയിസ് എന്ന് പറയുമ്പോൾ, അതും തീവ്രവാദി എന്നൊക്കെ പറയുമ്പോൾ ആ പാർട്ടിക്കാർ ഒരിക്കലും അത് ഏത് രീതിയിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും സീരിയസ് ഇഷ്യൂ ആണ്. ഇത് തുടക്കം മാത്രമാണ്. ഇവർ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ്. ഇതൊന്നും കണ്ടും ആരും വിലയിരുത്തേണ്ട, ആരെയും കുറ്റപ്പെടുത്തുക ഒന്നും വേണ്ട. റോബിൻ്റെ ഭാഗത്ത് കുറ്റമാണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വേദലക്ഷ്മിയാണ് ശരിയെന്നോ അങ്ങനെയൊന്നും പറയണ്ട. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളത് സത്യമാണ്. ഇനി പലതും പുറത്തു വരാനുണ്ട്. ഞെട്ടിക്കുന്ന പലതും ചിലപ്പോൾ പുറത്തു വരും. അപ്പോഴൊക്കെ നമ്മുടെ ന്യായീകരണം നമുക്കപ്പോൾ പറയാം. ഇപ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളൂ. കടം വാങ്ങുക എന്ന് പറയുന്നത് അത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പം കൊടുക്കാൻ പറ്റാതെയൊക്കെ വരും, അത് മനുഷ്യരാണല്ലോ. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റോബിൻ തന്നെ അനുഭവിക്കേണ്ടി വരും.
നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.